അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ ഒരവസരത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ്, ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദീനുൽ ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. നിറഞ്ഞ സദസ്സാണ്. സ്വഹാബാക്കളൊക്കെ വളരെ ആവേശത്തോടുകൂടെ കേൾക്കുകയാണ്. ആ സമയത്താണ് മുത്തനബിയുടെ ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗത്തിലൂടെ ഒരു 3 ആൾക്കാർ വരുന്നു. അങ്ങനെ അതിൽ 3 ആൾക്കാർ ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ മുത്തുനബിയുടെ സദസ്സ് കണ്ടപ്പോൾ അതിൽ ഒരാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം അവിടുന്ന് പോയി. അദ്ദേഹം വേറെ വഴിയിലായിട്ട് ഇവിടെ ഒന്നും വരാതെ അദ്ദേഹം പോയി. അതിലുള്ള 2 ആൾക്കാർ മുത്തുനബിയുടെ ഇൽമാണല്ലോ, സദസ്സാണല്ലോ എന്ന് കരുതി മുത്തുനബിയുടെ ഇൽമ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവർ മുത്തുനബിയുടെ ആ സദസ്സിലേക്ക് വരികയാണ്. എന്നിട്ടോ അതിൽ ഒരാൾ അതിൻ്റെ അവസാന ഭാഗത്തൊന്നും വലിയൊരു ആവേശമൊന്നും കാണിക്കാതെ മുന്നിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം പിന്നിലിരുന്നു. അതിൽ മറ്റൊരാളോ വളരെ ആവേശത്തോടു കൂടെ മുമ്പിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് കരുതി അയാൾ എത്രത്തോളം മുന്നിലെത്താൻ കഴിയുമോ അത്രത്തോളം മുന്നിൽ വന്നുകൊണ്ട് ആ ഉപദേശം വളരെ ആവേശത്തോടു കൂടെ അദ്ദേഹം കേൾക്കുകയാണ്. അങ്ങനെ ആ സമയം കുറേ നേരം നീണ്ടു നിന്നു. കുറേ നേരം മുത്തുനബി ധാരാളം ഉപദേശങ്ങളൊക്കെ കേട്ടു. വളരെ അത്ഭുതം മുത്തുനബിയുടെ ആ സ്വഭാവം, മുത്തുനബി എത്രമാത്രം സ്വഹാബാക്കളെ വീക്ഷിച്ചിരുന്നു എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് കാണാം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സദസ്സിന്റെ മധ്യത്തിൽ ഈ 3 ആൾ വന്നത് മുത്തുനബി നല്ല നിരീക്ഷിച്ചിരുന്നു. അതൊക്കെ മുത്തുനബി വീക്ഷിച്ചിരുന്നു. എത്രത്തോടെന്ന് പറഞ്ഞാൽ ആ പോയവരാണ് പോലും മുത്തുനബി ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തുനബി ഈ വന്ന 3 ആളെ കുറിച്ചൊന്ന് മുത്തുനബി ആ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കാൻ വളരെ രസകരമായി മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അലാ ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസ, ഒരു 3 ആൾക്കാരെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? വല്ലാത്തൊരു വാക്കാണ്. അതായത് ഇതിലൂടെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്നത് മുത്തുനബി എത്രമാത്രം സ്വഹാബാക്കളെ വീക്ഷിച്ചിരുന്നു എന്നുള്ളത്. അങ്ങനെ മുത്തുനബി ഇവിടുന്ന് പറയുന്നു, അമ്മ അഹദുഹും, അതിൽ ഒരാളുണ്ടല്ലോ, അയാൾ ഇവിടെ ഒന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു, അദ്ദേഹം പോയി. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനെ തൊട്ട് അള്ളാഹു പോവുകയാണ്. അള്ളാഹുവിനും വലിയൊരു താല്പര്യം അദ്ദേഹത്തിനെ കുറിച്ചില്ല. വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഇൽമിന്റെ സദസ്സിനെ പരിഗണിക്കാതെ, അതിന് വലിയൊരു താല്പര്യം കാണിക്കാതെ അതിൽ നിന്ന് പിന്മാറി പോകുന്നതിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, അദ്ദേഹത്തിനെ കുറിച്ചും അള്ളാഹുവിന് വലിയ താല്പര്യമില്ല, അള്ളാഹുവിന് വലിയ അദ്ദേഹത്തിനോട് ഇഷ്ടമില്ല. അപ്പൊ അതിലൂടെ മനസ്സിലാക്കണം, എവിടെ ഇൽമിന്റെ സദസ്സുണ്ടെങ്കിലും അവിടെ നിന്ന് പോയിരിക്കാൻ നാം താല്പര്യപ്പെടുന്നവരാകണം. ഇല്ലെങ്കിൽ അല്ലാഹു വലിയ ദേഷ്യപ്പെടുന്ന ഒരു കാര്യമാണെന്നല്ലേ മുത്തുനബി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 1-ാമത്തെ ആളെ കുറിച്ച് മുത്തുനബി പറഞ്ഞു. ഇനി 2-ാമത്തെ ആളെ മുത്തുനബി പറയുന്നു, മൽ ആഖിറു ഫസ്തഹിയ, അതിൽ മറ്റൊരാള് ഈ സദസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം നാണിച്ചു. അദ്ദേഹം എവിടെയാണെങ്കിലും പ്രശ്നമില്ല എന്ന് കരുതി അവസാനത്തിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്, ഫസ്തഹിയല്ലാഹു മിൻഹു, അദ്ദേഹത്തിനിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം എങ്ങനെ നാണിച്ചോ അതുപോലെ അള്ളാഹു അദ്ദേഹത്തിനെ കുറിച്ച് നാണിക്കുകയാണ്. വലിയൊരു താല്പര്യം കാണിക്കാത്തത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിനെ കുറിച്ചും വലിയ താല്പര്യം കാണിക്കുകയില്ല എന്ന് മുത്തുനബി ഇതിലൂടെ പറയുന്നു. അപ്പോൾ ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് വന്നതുകൊണ്ട് കാര്യമായില്ല, വളരെ ആവേശത്തോടു കൂടെ ആ സദസ്സിൽ ഇരിക്കണമെന്നും ഇതിലൂടെ മുത്തുനബി സൂചിപ്പിക്കുന്നു. 3-ാമത്തെ ഒരു കാര്യം മുത്തുനബി അതിലൂടെ പറയുന്നു, അമ്മൽ ആഖിറു, അതേ സമയത്ത് മറ്റൊരാളുണ്ടല്ലോ, അദ്ദേഹം അവസാനം എത്തിയതാണെങ്കിൽ അല്ല മധ്യത്തിലാണെങ്കിലും വളരെ ആവേശം മുന്നിൽ അയാൾ വന്നല്ലോ, എന്നാലും അള്ളാഹു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് എന്നൊരു സൂചന മുത്തുനബി അതിലൂടെ പഠിപ്പിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഇൽമിന്റെ സദസ്സ്, ഒരു ഇൽമുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, അതുമായി നാം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അതിനെക്കുറിച്ച് മുത്തുനബി വളരെ വ്യക്തമായി 3 ആൾക്കാരെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ ആരാണ് നിർവത്തോടു കൂടെ മനസ്സിലാക്കണം. അതായത് ആദ്യത്തെ ആള് ഒരു നിലക്കും ഇതിനെ പരിഗണിക്കാതെ
തിരിഞ്ഞു പോകുന്നൊരു ഒരിക്കലും നമ്മൾ ആയി പോകരുത്. ഇനി നമ്മൾ താല്പര്യപ്പെട്ട് അത്തരത്തുള്ള സദസ്സിൽ പോയാൽ തന്നെ പക്ഷേ ഒരു വലിയൊരു മടിയനായിട്ട് അതേ വലിയൊരു താല്പര്യമൊന്നും കാണിക്കാതെ വെറുതെ ഒന്നോട് പോയിരുന്നു എന്ന രീതിയിൽ അതും ആകാതെ പോയത് കുറച്ച് സമയമാണെങ്കിലും അവിടെ പോയി വളരെ ആവേശത്തോടു കൂടെ ഇരിക്കണമെന്ന വലിയൊരു ഉപദേശമാണ്, വലിയൊരു സന്ദേശമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടെ കാണുക, വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആവേശത്തോടു കൂടെ നമുക്ക് ഇൽമു പഠിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.